അതിനുശേഷം അവന്മാര് ഷാൻഷയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകുമ്പോഴാണ് അവന് നമ്മുടെ ഷാൻഷായ് എന്നിട്ട് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലും. ഷാൻഷായ്, ഇന്ന് നിന്നെ കാണാൻ ലുക്കാണല്ലേ, ഈ നെക്ലസ് ഒക്കെ എവിടെ നിന്ന് കിട്ടി? അതിന് അവനും ചോദിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം അവിടെ വന്നവരൊക്കെ നമ്മുടെ മിങ്ങിന് ഗിഫ്റ്റ് തന്നിട്ട് വന്നത്. ഇത് കണ്ട് ഷാൻഷായ് ഷോക്കായി. ആ വിലപ്പെട്ട ഗിഫ്റ്റൊക്കെ കണ്ടിട്ട് ഇവളുടെ ഗിഫ്റ്റ് കൊടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ആ ഷാൻഷായ്, എന്റെ ബർത്ത്ഡേ നീ എന്ത് ഗിഫ്റ്റ് ഉണ്ടെന്ന് ആദ്യം അതിങ്ങട്. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഗിഫ്റ്റോ? ഞാൻ പറഞ്ഞു അതിന് കൊണ്ടുവരുമെന്ന്, എന്റെ ഒന്നുമില്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൻ അപ്സെറ്റ് ആയി. എങ്കിൽ ശരി, ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ഇട്, നീ എന്റെ അമ്മയെ പരിചയപ്പെടുത്തരാം. എന്നിന് അവനും പറയുമ്പോൾ അവളും പേടിച്ച്, ഞാൻ ഇതിന് പറഞ്ഞു. എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, ഷാൻഷായ്, നിന്നെ ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് പരിചയപ്പെടുത്തില്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട് ആയിട്ട് പരിചയപ്പെടുത്തരാം, നീ വാ. എന്നിന് അവളും വിളിക്കുമ്പോൾ നമ്മുടെ ഷാൻഷായ് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് വഴക്കുണ്ടാക്കും. അപ്പോഴാണ് അവളും സ്ലിപ്പായി ബാക്കിലോട്ട് വീഴുന്നത്. അതോടെ അവിടെയുള്ള സാധനങ്ങളെല്ലാം വീണോടെ ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും സൈലന്റ് ആയിട്ട് നമ്മുടെ ഷാൻഷായ് തന്നെ നോക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ അവളുടെ അടുത്തേക്ക് ആരാണ്ട് നടന്നു വരുന്ന പോലെ അവൾക്ക് തോന്നുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ മിങ്ങിന്റെ അമ്മയാണ്. അങ്ങനെ അവര് നമ്മുടെ ഷാൻഷയെ കണ്ടിട്ട്, ഇതേതാ കൊച്ച് എന്നിന് അമ്മ വയ്ക്കും. അപ്പൊ അവന് ഷാൻഷയെ പിടിച്ച് എഴുന്നേപ്പിച്ച്, അമ്മേ ഞാൻ നിങ്ങൾക്ക് ഇവളെ പരിചയപ്പെടുത്തരുന്ന, ഇത് ഷാൻഷ എന്റെ ഫ്രണ്ടാ. എന്നിന് അവൻ പറയും. ഇത് കേട്ട അമ്മയും, മിങ് ആദ്യം പിടിച്ച് ഇവളെ പുറത്താക്ക്, ഈ പാർട്ടിക്ക് ഒന്നും ഇവളെ സ്യൂട്ട് ആകത്തില്ല. എന്നിന് അമ്മയും പറയുമ്പോഴാണ് അവനും, അമ്മേ അവള് പുറത്തോട്ടൊന്നും പോകത്തില്ല, ഈ പാർട്ടിക്ക് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. എന്നിന് അവനും പറയും അമ്മയും ദേഷ്യപ്പെട്ട്, മിങ് ഞാൻ നിന്നോട് പറഞ്ഞത് അവളെ പുറത്താക്കാനാ, ഇങ്ങനത്തെ ചീപ്പ് ആൾക്കാർ നീ അകത്തേറ്റാതെ. എന്നിങ്ങനെ അമ്മ പറഞ്ഞോടെ അവനും അത് ദേഷ്യപ്പെട്ട്, ഞാൻ നിങ്ങളോട് അത് പറയായിരുന്നു, എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ പറയാം, ഇവൾ ജസ്റ്റ് എന്റെ ഫ്രണ്ട് മാത്രമല്ല, ഇവളെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്, ഞാൻ ഇവളെ കല്യാണം കഴിക്കത്തുള്ളൂ. എന്നിന് അവനും പറഞ്ഞോടെ ഇത് കേട്ട് എല്ലാവരും ഷോക്കായിരിക്കും. അപ്പോഴാണ് അമ്മയും ദേഷ്യത്തി, മിങ് നീ എന്തോ പറയുന്നത്, ഇവളെ നീ കല്യാണം കഴിക്കാൻ പോകുന്നു, നമ്മുടെ ലെവൽ എന്തോ ഇവളുടെ ലെവൽ എന്തോ, കൂടാതെ ഇത് നീ തീരുമാനിക്കുന്നതല്ല, ഞാനാ തീരുമാനിക്കേണ്ട. എന്നിന് അമ്മയും പറയുമ്പോഴാണ് കറക്റ്റ് അതേ സമയം എഫ്ഒ അവന്മാര് അടുത്തേക്ക് വന്നിട്ട്, ആന്റി ഷാൻഷായ് ഞങ്ങളോട് ഒരേ കോളേജിലാണ് പഠിക്കുന്നത്, അതാ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തത്. എന്നിന് അവന്മാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട അമ്മയും, ഞാൻ നിങ്ങളോടും എല്ലാം ചോദിച്ചോ, വെറുതെ എന്തിനാ അവനെ സപ്പോർട്ടിനായിരുന്നു, മിണ്ടാതിരി. എന്നിന് അവരെല്ലാം സൈലന്റ് ആക്കും. അപ്പോഴാണ് ഇത് കണ്ട് മിങ്ങും, അമ്മേ ഇവളെ പാവപ്പെട്ട കൊച്ചൊന്നല്ല, ഇവളുടെ ഫാമിലി നമ്മളെ പോലെ തന്നെ റിച്ച, ഇവളുടെ ഒരു വലിയ ബിസിനസ് മാനാ. എന്നിന് അവനും കുറെ തള്ളുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷയും, എടാ നീ എന്തോടെ പറയുന്നത്. എന്നിന് അവളും സത്യം പറയാൻ നോക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം നമ്മുടെ മിങ്ങിന്റെ വാക്ക് പിടിച്ച് എഫ്ഒ അവന്മാരെല്ലാം, ആണ് ആന്റി അവളുടെ അച്ഛൻ പുതിയതായിട്ടൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അത് റീച്ച് ആയ പിന്നെ നമ്പർ 1 ബിസിനസ് മാൻ ആയിട്ട് മാറും. എന്നിന് അവന്മാരും കുറെ തള്ളുമ്പോഴാണ് ഇതൊക്കെ കേട്ട് ഷാൻഷയും സഹിക്കാൻ പറ്റാതെ, എടാ നിങ്ങൾ നിന്നോട് സപ്പോർട്ട് ചെയ്യുന്ന അവനെ, ഇനിയിപ്പോ ഞാൻ റിച്ച് ആയിട്ട് ആക്ട് ചെയ്യണം. എന്നിന് അവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട അമ്മയും, ഓ അത്രയ്ക്കും വലിയ റിച്ച് ആണ്, എങ്കിൽ ശരി നിനക്ക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാൻ അറിയാം, ഇത്ര റിച്ച് ഫാമിലി ജനിച്ചിട്ട് മ്യൂസിക് പോലും പഠിക്കാതിരിക്കത്തില്ലല്ലേ. എന്നിന് അമ്മയും അവളോട് പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായ് വേറെ വഴിയില്ലാതെ പിയാനോ വായിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവന്മാരെല്ലാം നമ്മുടെ മിങ്ങിനോട്, എടാ നീ സത്യമെല്ലാം പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവൾ മ്യൂസിക് വായിച്ച് മൊത്തത്തിൽ നാണം കെടുത്തും. എന്നിന് ഇവന്മാരും ഷാൻഷായ് തടയാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ ഷാൻഷായ് പിയാനോ വായിക്കാൻ തുടങ്ങും. കാരണം ഇതിനു മുമ്പ് അവളെ ചെറുതായിട്ട് പിയാനോ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ട് നമ്മുടെ അമ്മ അടുത്തേക്ക് പോകുമ്പോഴാണ് അവളും പറയുന്നത്, ആന്റി ഇവരൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ റിച്ച് ഫാമിലി ഒന്നുമില്ല, ഞാനൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, നിങ്ങളോട് കള്ളം പറയാൻ എനിക്ക് തോന്നില്ല, കാരണം ഞാൻ അങ്ങനെ ജീവിച്ച. എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അമ്മയും ദേഷ്യപ്പെട്ട് അവളെ പുറത്തേക്ക് പോകാൻ പറയും. അപ്പോഴാണ് അവന്മാരെല്ലാം കാറിന്റെ തോക്കാലും നമ്മുടെ മിങ്ങിന്റെ കൊടുത്തിട്ട്, എടാ മിങ് നീ അവളെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോ. എന്നിന് അവന്മാർ പറഞ്ഞവിടെ ഇത് കേട്ട് നമ്മുടെ മിങ് മാസമായിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് അമ്മയും ദേഷ്യപ്പെട്ട്, മിങ് നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയാ പിന്നെ നീ കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. എന്നിന് അമ്മയും പറയുമ്പം അതൊന്നും അവനും മൈൻഡ് ചെയ്യാതെ അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൾ അവനോട്, മിങ് ഞാൻ ഇന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വരണ്ടായിരുന്നു, ഞാൻ കാരണമല്ലേ നിന്റെ അമ്മയായിട്ട് നീ വഴക്കുണ്ടാക്കിയ. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, ഓ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് തന്നെ ഇപ്പൊ എത്ര വർഷമായെന്നറിയാം, അവർക്ക് എപ്പോഴും ബിസിനസ് മാത്രമേ വലുത്, എന്നെ കാണാൻ പോലും ഇത് വന്നിട്ടില്ല, അതുകൊണ്ട് ഷാൻഷായ് നീ ഒന്നും ക്ഷമിക്കണ്ട, എനിക്ക് എന്റെ അമ്മയെക്കാളും വലുത് നീയാ, അതാ നിനക്കവിടെ സ്ഥാനമില്ലെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് ഇവിടെ വന്ന്. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളുണ്ടാക്കിയ കുക്കീസ് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കും. മിങ് നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് കുറെ പേര് വില കൂടിയ ഗിഫ്റ്റ് കൊണ്ടുവന്ന്, അതുകൊണ്ടാ ഞാൻ എന്റെ കുക്കീസ് നിനക്ക് തരാത്ത. എന്നിന് അവൾ എടുക്കുമ്പോഴാണ് ഇത് കണ്ട് അവന് സന്തോഷപ്പെട്ട്, ഓ ഷാൻഷായ് നീ ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു, അപ്പം ഇതെന്തോ കുക്കീസിനകത്ത് ഫേസിന്റെ റിയാക്ഷൻ ഒക്കെ ഉള്ള. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, അത് ഞാൻ നിന്റെ ഫേസ് റിയാക്ഷൻ ഓരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുക. എന്നിന് അവനും പറയുമ്പോഴാണ് അവന് സന്തോഷത്തി, ഷാൻഷായ് എന്റെ ബർത്ത്ഡേ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതാ. എന്നിന് അവളോട് സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം എഫ്ഒറിലെല്ലാം നമ്മുടെ മിങ്ങിനെ അവന്മാർ സഹായിച്ചു വലിച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. എടാ ഇനി നമ്മള് അവനെ സപ്പോർട്ട് ചെയ്തോണ്ട് അവന്റെ അമ്മ നമ്മളെല്ലാം ചെയ്യോടാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് അവൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ വഴക്കുറഞ്ഞുകൊണ്ടിരുന്നു, അപ്പൊ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ കുറച്ച് പാടായിരുന്നു പറഞ്ഞ്. അപ്പോഴും അവര് പറഞ്ഞ ഡയലോഗ് ഇതായിരുന്നു, നിങ്ങളോട് ഞാൻ എല്ലാം ചോദിച്ചോ, വെറുതെ നിങ്ങൾ മിങ്ങിനെ സപ്പോർട്ട് ചെയ്യണ്ട. എന്നിന് ഈ ഡയലോഗ് കേട്ടാൽ തന്നെ ഞാനൊക്കെ പേടിച്ചു വന്നറ. എന്നിന് അവന്മാരെല്ലാം സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം നമ്മുടെ മിങ്ങും ഷാൻഷായുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഷാൻഷായ് നീ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമാണോ. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും, മിങ് അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വയ്യ, അതിരിക്കട്ടെ ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഷാൻഷായ് നീ സംസാരം മാറ്റാതെ ഞാൻ ചോദിച്ചതിന് അത് ഉത്തരം പറ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തോ തോന്നുന്നത് അറിയത്തില്ലെന്ന്, ഇനി ഞാൻ ചോദിക്കാം, നമ്മുടെ കോളേജിൽ കുറെ പെമ്പിള്ളേരുണ്ടായിട്ടും നീ എന്തിന് എന്നെ സ്നേഹിച്ച. എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവനും, അത് ഞാൻ ഒരു കണ്ണുവട്ടനായതുണ്ട് ഇപ്പൊ സമാനായ. എന്നിന് അവളെ കളിയാക്കി അവളെ കൊണ്ട് വീട്ടിലാക്കും. അതേസമയം
അതേസമയം നമ്മുടെ മിങ് ഷാൻഷയെ വിളിച്ചോണ്ട് പോയതോടെ നമ്മുടെ അമ്മ ദേഷ്യപ്പെട്ട് ഷാൻഷയെ ഇനി തൊട്ട് അവന്റെ ലൈഫിൽ നിന്ന് അകറ്റി മാറ്റാൻ വേണ്ടി അവളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ച് അടുത്ത ദിവസം അവളുടെ വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ഇവർ വന്നേക്കുന്നുണ്ട്. നമ്മുടെ ഷാൻഷയെ ഷോക്കായി, നിങ്ങളെന്തിന് ഇവിടെ വന്ന് എന്ന് അവൾ ചോദിക്കും. അപ്പോഴാണ് അമ്മയും കുറച്ച് എമൗണ്ട് ചെയ്തിട്ട്, ഷാൻഷായി നിന്റെ ഫാമിലിക്ക് എത്ര വേണം എന്റെ മകന്റെ അടുത്ത് നീ അകന്നു പോയാൻ? 5 crores എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷയുടെ അമ്മയും, ഓ ഡീല് സംസാരിക്കാനായിരുന്നു, ഞാൻ ഇപ്പൊ വരാവേ എന്നിനെ ഷാൻഷയുടെ അമ്മ പെട്ടെന്ന് അവിടുന്ന് ഒരു മാവെടുത്ത് മിങ്ങിന്റെ അമ്മയുടെ തലയിലിടും. ഇത് കണ്ട് ഷാൻഷയുടെ അച്ഛന് ഷോക്കായി, എടി നീ എന്തോടി കാണിക്കുന്ന എന്നിന് അമ്മ വഴക്ക് പറയുമ്പോഴാണ് പെട്ടെന്ന് അമ്മയും, എന്തുവാ നിങ്ങൾക്ക് ഡിവോഴ്സ് ആണോ എന്നിന് അമ്മ ചോദിച്ചോടെ പെട്ടെന്ന് അച്ഛനും, അല്ല ഞാൻ പറയാൻ വന്ന നീ ഫുള്ളായിട്ട് കേക്ക്, എന്തോടി നീ ഇങ്ങനെ ചെയ്യുന്നത്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാനാ പറഞ്ഞ എന്നിന് അച്ഛനും അമ്മയെ കണ്ട് പേടിക്കും. അതിനുശേഷം മിങ്ങിന്റെ അമ്മയും നാണം കെട്ടിരിക്കുമ്പോഴാണ് ഷാൻഷയുടെ അമ്മയും പറയുന്നത്, ദാ നോക്കിക്കോ, നിങ്ങൾ എത്ര പൈസ ഇറക്കിയാലും ഞങ്ങൾ അത് വാങ്ങിക്കാനേ പോകുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോശമായ ചിന്ത ഒരിക്കലും വരത്തില്ല, അതുകൊണ്ട് ഈ ക്യാഷ് എടുത്തോണ്ട് ആദ്യം ഇവിടെ സ്ഥലം വിട്ടോ എന്നിനെ മിങ്ങിന്റെ അമ്മ അവിടുന്ന് നാണം കെടുത്തി പറഞ്ഞേക്കും. ഇത് കണ്ടോടെ നമ്മുടെ ഷാൻഷായി തന്നെ ഷോക്കായി അവളുടെ അമ്മയെ കുറിച്ച് പൊങ്ങി വിചാരിക്കും. അതേസമയം നമ്മുടെ മിങ്ങും ഷാൻഷായി തന്ന ബിസ്ക്കറ്റ് എടുത്തോണ്ട് അവന്മാരോടെല്ലാം ഷോ കാണിച്ചോണ്ടിരിക്കും. എടാ കണ്ടോടാ, ഷാൻഷായി എന്നെ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്, എന്റെ ഓരോ എക്സ്പ്രഷൻസും അവൾ കറക്റ്റ് ആയിട്ട് വരച്ചേക്കുക എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഹുവയും, എടാ അതിന് ഞാൻ ഓർമ്മ കഴിച്ചായിരുന്നില്ല എന്നിന് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് മിങ്ങും ദേഷ്യത്തി, നീ അത് ഓർമ്മിപ്പിക്കല്, ഞാൻ സന്തോഷത്തിൽ നിനക്ക് കാണിക്കാൻ വന്നപ്പം നീ ഉറക്കത്തി ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്ന ദ്രോഹി എന്നിന് അവന്റെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഷാൻഷായും ജോലി ചെയ്യാൻ വേണ്ടി കോഫി ഷോപ്പിൽ പോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം തന്നെ മിങ്ങിന്റെ അമ്മ അയച്ച ഒരു ബോഡി ഗാർഡ് വരും. ഷാൻഷായി മേഡം നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്നിന് അയാൾ പറയുമ്പോഴാണ് ഇത് കേട്ട് ഹുവാങ്ങും ദേഷ്യത്തി, നിങ്ങളുടെ മേഡം വിളിച്ച ഷാൻഷായി എന്തിനു പറഞ്ഞു, വേണേ അവർ ഇങ്ങോട്ട് വരാൻ പറ എന്നിന് അവളും തർക്കിക്കുമ്പോഴാണ് ഇത് കേട്ട് അയാളും, ഷാൻഷായി ഞാൻ നിനക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാം, മേഡം നിന്നെ അർജന്റായിട്ട് കാണാമെന്ന് പറഞ്ഞു, എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നിന് അയാളും പറഞ്ഞിട്ട് പുറത്ത് പോകുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും, എടി ഹുവാങ് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ എന്തോ ഒന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെ എന്നിന് ആ ബോഡി കണ്ടു കൂടെ അവളങ്ങ് പോകും. അതേസമയം ഷാൻഷായും മിങ്ങിന്റെ അമ്മയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ മിങ്ങിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ നോക്കി വെച്ചേക്കും. അതേസമയം മിങ്ങും ദേഷ്യത്തി, ഞാനും ഇവളെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞല്ലേ എന്നിന് അവന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഷാൻഷായി വരുന്നിട്ട് അവനും, ഷാൻഷായി നീ എന്ത് ഇവിടെ എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവന്റെ അമ്മയും, ആ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു, ഇതാണ് ഷാൻഷായി, മിങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഷാൻഷായി മിങ്ങിന് നല്ല നടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ആ എന്നിന് അവൾ അതിനെ തലയാട്ടും. അപ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ദേഷ്യത്തി, ഷാൻഷായി നീ എന്തോ അവർ പറയുന്നില്ല സംഭവം എടുക്കുന്നത്, എനിക്ക് ഇവളൊന്നും ഇഷ്ടമല്ല, ഇവൾ എന്തിനു കൊള്ളാം എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട്, ആരെ കുറിച്ചാണ് നീ പറയുന്നത്, നിന്നെക്കാണ് എന്തിനു കൊള്ളാം, എനിക്കൊന്നും നിന്നെ ഇഷ്ടമല്ല, എന്റെ അമ്മ വിളിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നേ ഉള്ളു, ഇപ്പൊ എന്റെ പൈസ പോലില്ല, അല്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാന് എന്നിന് അവളും പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും ദേഷ്യത്തി, നീ മാത്രം ഇറങ്ങത്തുള്ളൂ ഞാനും പോവാ, വാ ഷാൻഷായി എന്നതിന് നമ്മുടെ മിങ്ങും ഷാൻഷായിക്ക് പകരം അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇത് കണ്ട് ഷാൻഷായി ഇവിടെ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം പുറത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ മിങ്ങും കാണുന്നത് വിളിച്ചോണ്ടെന്നേക്കുന്നത് മറ്റേ പെങ്കൊച്ചിനാണെന്ന്. അങ്ങനെ അവന് ദേഷ്യത്തി, എടി നീ എന്തോടി ഇവിടെ ചെയ്യുന്നത്, ഷാൻഷായി എന്തിയാ എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവളും, എടാ മണ്ട അവൾക്ക് വരെ നീ എന്നെ വിളിച്ചോണ്ടെന്നിട്ട് ഞാൻ എന്തിനാ ഇവിടെ വന്നേന്ന്, മര്യാദക്ക് എന്നെ വീട്ടിൽ കൊണ്ടാക്ക്, എനിക്ക് തിരിച്ചു പോകാൻ പൈസ ഒന്നുമില്ല എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, അതിന് ഞാൻ എന്ത് ചെയ്യാനാ, നിന്നെ ആരെല്ലാം എന്റെ കൂടെ വരാൻ പറഞ്ഞോ, ഞാൻ പോവാ എന്നിന് അവനും പോകാൻ നോക്കുമ്പോഴാണ് അവളും പെട്ടെന്ന് അവന്റെ അകത്ത് കയറിയിട്ട്, എടാ മര്യാദയ്ക്ക് പൈസ എന്റെ ഫോൺ പോലും ഇല്ല, എനിക്ക് എങ്ങനെ വീട്ടിൽ പോകണമെന്ന് അറിയത്തില്ല എന്നിന് അവളും പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി, നീ എങ്ങനെ വേണേലും പോയിക്കോ ഞാൻ പോവാ എന്നിന് അവൻ അവിടെ നിന്ന് പോവും. അതിനുശേഷം ഷാൻഷി ഇതാലോചിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അന്ന് രാത്രി തന്നെ മിങ് അവളെ ഫോൺ വിളിക്കും. ഇതോടെ അവളും ദേഷ്യപ്പെട്ടിട്ട്, ഓ ഇവൻ ഏത് പെണ്ണാ ചെയ്യുന്നതെന്ന് നോക്കുന്നില്ല എന്റെ പണി എന്നിന് അവളും ദേഷ്യത്തിൽ ഫോൺ എടുക്കത്തില്ല. അതിനുശേഷം അടുത്ത ദിവസം ഷാൻഷായി മിണ്ടുന്നില്ലെന്ന് പറഞ്ഞ് മിങ് അവരോടെല്ലാം പറയുമ്പോഴാണ് ഇത് കേട്ട അവന്മാരെല്ലാം, എടാ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം എന്നിന് അവന്മാരെല്ലാം ചോദിക്കും. അപ്പോഴാണ് അവനും, എടാ അത് പറയാൻ പറ്റത്തില്ല, ഈ തവണ കുറച്ച് വലിയ പ്രശ്നം എന്നിന് അവെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഷാൻഷായിടേക്ക് വരുന്നത്. അങ്ങനെ മിങ്ങിനെ കണ്ട് അവളും ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷെന്നും വന്നിട്ട്, ഷാൻഷായി നീ നിന്നെ ഇവിടെ നിൽക്കുന്നത്, വാ നമുക്ക് അവരോട് പോയി കഴിക്കാം എന്നിന് അവനും വിളിക്കുമ്പോൾ ഷാൻഷായും ചെറുതായിട്ട് ദേഷ്യത്തി, ആ നമുക്ക് അവിടെ പോയിരിക്കാം, കാരണം മിങ്ങിന് കൺഗ്രാജുലേഷൻ പറയണ്ടേ എന്നിന് അവൾ അടുത്തേക്ക് വന്ന് മിങ്ങിന്റെ കല്യാണത്തിന് കൺഗ്രാറ്റ്സ് പറയുമ്പോഴാണ് അവനും തിരിച്ചു പറയുന്നത്, ഷാൻഷായി എനിക്കൊന്നും അവൾ ഇഷ്ടമല്ല, എന്റെ അമ്മ തീരുമാനിച്ചതൊക്കെ, എന്റെ അമ്മ പറഞ്ഞ് ഞാൻ അവളെ കെട്ടുവോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും, ഓ നീ കെട്ടത്തില്ലല്ലേ, അതുകൊണ്ടായിരിക്കും ഇന്നലെ നീ അവളെ വിളിച്ചോണ്ട് പുറത്തിറങ്ങിപ്പോയ എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, ഷാൻഷായി അത് ഞാൻ നീയാന്ന് തിരിച്ച് അറിയാതെ അവളെ വിളിച്ചോണ്ടോയതാ, എനിക്ക് ആള് മാറിപ്പോയി എന്നിന് അവനും പറഞ്ഞു നോക്കും. അപ്പോഴാണ് അവളും ദേഷ്യത്തി, ആ ആള് മാറിപ്പോയി അല്ലേ, അപ്പൊ ഞങ്ങളെ കാണാൻ ഒരേപോലെയാണ് ഇരിക്കുന്നത്, നിനക്ക് റീസൺ വേറെ ഒന്നും കിട്ടിയില്ല പറയാൻ, ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്നിന് അവളും ദേഷ്യത്തെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതെല്ലാം കേട്ടിട്ട് അവന്മാരെല്ലാം, ഓ നീ പറഞ്ഞ വലിയ പ്രശ്നം ഇതല്ലേ, നീ അവൾക്ക് വരെ മറ്റേളും വിളിച്ചോണ്ടുപോയി എന്നിന് അവന്മാരെല്ലാം പ്രശ്നം മനസ്സിലാക്കും. അതിനുശേഷം ഷാൻഷായും പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടേക്ക് സിയാക്ഷി നിൽക്കുന്നത്, അതായത് നമ്മുടെ മിങ് കെട്ടാൻ പോകുന്ന പെണ്ണ്. അങ്ങനെ അവള് ഷാൻഷയെ വിളിച്ചിട്ട്, ഒരു സെക്കൻഡ് നീയല്ലേ മിങ്ങിന്റെ ഫ്രണ്ട്
നിന്റെ പേരെന്തുവാ? ഏതിന് അവൾ ചോദിക്കുമ്പോൾ ഷാൻഷായ് അവളുടെ പേര് പറയും. അപ്പൊ ഇത് കേട്ടതോടെ ഷിയാക്ഷിയും ഷാൻഷായ് എന്റെ പേര് ഷിയാക്ഷി, നിനക്ക് മിങ്ങിനെ കുറിച്ച് നല്ലോണം അറിയാലേ, എനിക്ക് അവനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ട്. ഏതിന് അവര് സംസാരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് മിങ് വരുന്നത്. അങ്ങനെ ഇവർ രണ്ടും ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട്. അവനും ദേശീയ അടുത്തേക്ക് ചെന്ന് ഷാൻഷായ് നിനക്കൊന്ന് ഇവളായിട്ട് സംസാരം, ഇവളൊരു കുരങ്ങിയ, നിന്നെ കടിച്ചു വയ്ക്കും, ഇന്നലെ അവൾ എന്റെ ചെവി കടിച്ചു വെച്ച്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും ഞാനല്ല നീയാടെ കുരങ്ങൻ, ഇന്നലെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് നീ എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയല്ലേ. എന്തായാലും ഞാനിവിടെ വന്നേക്കുന്നത് നിന്നോടൊരു കാര്യം പറയാനാ, എനിക്ക് നിന്നെ ഇഷ്ടം. ഇതുവരെ എന്നെ നോക്കിയ പയ്യന്മാരെല്ലാം എന്റെ പണത്തിന് വേണ്ടിയാ ഫോളോ ചെയ്തത്, പക്ഷെ നീ അവരെ പോലെ ഒന്നല്ല, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടം. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട് അവനും ദേഷ്യത്തി എടി എനിക്കൊന്നും നിന്നെ ഇഷ്ടമല്ല. എന്നിട്ട് അവനും ദേഷ്യത്തെ അടിക്കാൻ പോകുമ്പോൾ ഇത് കണ്ട് അവന്മാരിൽ അവനെ തടഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് വീണ്ടും അവൾ അടുത്തേക്ക് വന്നിട്ട് മിങ് ഐ ലവ് യു എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇതേ കാണുന്ന ഷാൻഷായും അവനെങ്ങനെ ദേഷ്യപ്പെട്ടു വെക്കും. അങ്ങനെ അതോടെ നമ്മൾ അടുത്ത എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.